ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഉണ്ണീസ് ടേസ്റ്റി റെസിപ്പി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചമ്മന്തിപ്പൊടിയാണ്. കുറച്ച് പേർക്കൊക്കെ ഇത് അറിയാമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഇതറിയാത്ത കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് നമ്മൾ കുറേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് ചമ്മന്തി ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ചമ്മന്തിപ്പൊടി എന്നുള്ള സാധനം. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു മുറി തേങ്ങയിലാണ് ഞാൻ ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മുറി തേങ്ങയിലേക്ക് ഒരു 5-6 ചുവന്നുള്ളി ഇടാം. ഇത് ചെറിയ ചുവന്നുള്ളി ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇട്ടേക്കുന്നത്. വലിയ ചുവന്നുള്ളി ആണെങ്കിൽ വലിയൊരു 2 എടുത്തിട്ട് ചെറുതാക്കുക. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ 2-3 ചെറിയ വെളുത്തുള്ളി അല്ലി കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് പാകത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കാം. പുളി ഓപ്ഷണലാണ്. പുളി ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ചേർക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ചേർക്കുകയും വേണം. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നല്ല അടി കട്ടിയുള്ള ഏത് പാത്രം ഉപയോഗിക്കാം. അതായത് ഉരുളിയോ ഇൻഡാലിയത്തിൻ്റെയോ ഇരുമ്പിൻ്റെയോ ചീനച്ചട്ടിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ. അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ ചീനച്ചട്ടിയൊക്കെ ഉപയോഗിച്ചാൽ പെട്ടെന്ന് തേങ്ങ കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ കരിഞ്ഞു പോയാൽ നമ്മളുടെ ചമ്മന്തിപ്പൊടിയുടെ ടേസ്റ്റ് കംപ്ലീറ്റ് മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കട്ടിയുള്ള പാത്രത്തിലോ അല്ലെങ്കിൽ ഇതേപോലുള്ള നോൺ സ്റ്റിക്കിൻ്റെ പോലുള്ള പാത്രങ്ങളിലോ വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിതിൽ വറക്കുമ്പോൾ എണ്ണ ചേർക്കരുത്. ഇതായിപ്പം ജസ്റ്റ് ഒന്ന് കളർ മാറിയിട്ടുണ്ട്. പക്ഷേ കളർ മാറിയാലും നമ്മൾ ഇത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. തീ ഒരിക്കലും കൂട്ടി കൊടുക്കാൻ പാടില്ല. അപ്പോൾ തീ കൂട്ടി കൊടുത്താലും ഈ തേങ്ങ കരിഞ്ഞു പോകും. അപ്പോൾ തേങ്ങ നല്ല പാകത്തിന് ബ്രൗൺ കളറായി മൂത്താൽ മാത്രമേ നമുക്ക് ഈ ചമ്മന്തിപ്പൊടി കറക്റ്റ് ടേസ്റ്റിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പം പലരും എന്നോട് പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ എണ്ണ ഇറങ്ങുമെന്ന്. അതായത് ചൂടോടെ നമ്മൾ ഈ ചമ്മന്തിപ്പൊടി പൊടിച്ചാലാണ് എണ്ണ ഇറങ്ങുക. അതായത് മിക്സിയിൽ ചൂടോടെ ഈ തേങ്ങ ഇട്ട് കറക്കുമ്പോൾ എണ്ണയുടെ അംശം വരും. അങ്ങനെ ആകുമ്പോൾ ഇതെന്ത് ചെയ്യുന്നത് വെച്ചാൽ ചമ്മന്തിപ്പൊടി കുറച്ച് നാളങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല, കനച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇപ്പോൾ തേങ്ങ നോക്ക്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നല്ല ബ്രൗൺ കളറാക്കി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടി 1 സ്പൂൺ മുളക് പൊടി മാത്രം മതി. ചമ്മന്തിപ്പൊടിക്ക് ഒരുപാട് എരിവ് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പം പാകത്തിന് എരിവ് മാത്രം മതി. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഉപ്പ് എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ ഉപ്പിൽ ഓൾറെഡി ഒരു വാട്ടർ കണ്ടൻറ്റ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതങ്ങ് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചൂടോടെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മുളക് പൊടി ഇട്ടാൽ അപ്പോൾ തീ ഓഫ് ചെയ്യണം. അപ്പോൾ ഈ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ മുളക് പൊടി ഉപ്പും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് തണുക്കട്ടെ. തണുത്ത ശേഷം നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ കൂട്ടൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയിലേക്ക് ഇടാം. അപ്പോൾ മിക്സിയിൽ പെട്ടെന്ന് ഇത് പൊടിഞ്ഞ് കിട്ടും. കാരണം നല്ലതായിട്ട് മൂത്തിരിക്കല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഈ പൊടിഞ്ഞ് കിട്ടിയ ചമ്മന്തിപ്പൊടി നമുക്ക് കുറച്ച് നാൾ ഒരു ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ ഒരു മാസമൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇപ്പം നന്നായിട്ട് ഇതാ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു എയർ ടൈറ്റ് ആയ കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്